കല്യാണപ്പന്തൽ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നാദസ്വരത്തിന്റെ ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങി കേൾക്കുന്നുണ്ടെങ്കിലും ദേവൻ അതൊന്നും ഒട്ടും ആസ്വദിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവന്റെ മുഖത്ത് കടുത്ത ദേഷ്യവും നിരാശയുമായിരുന്നു. മണവാളന്റെ വേഷത്തിൽ ഇരിക്കുമ്പോഴും അവന്റെ മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു. തൻ്റെ മാതാപിതാക്കളുടെ പണത്തോടുള്ള ആർത്തി മാത്രമാണ് അവനെ ഇന്ന് ഈ പീഠത്തിൽ വന്നിരിക്കുന്നത്. മുറപ്പെണ്ണായ അഞ്ജനെ വിവാഹം കഴിക്കാൻ അവനൊട്ടും താല്പര്യമില്ലായിരുന്നു. അവളുടെ വീട്ടുകാരുടെ സമ്പത്തും പ്രതാപവും കണ്ട് കണ്ണുമഞ്ഞളിച്ച സ്വന്തം അച്ഛനും അമ്മയും നിർബന്ധിച്ചവനെ ഈ വിവാഹത്തിന് സമ്മതിപ്പിക്കുകയായിരുന്നു. ഇല്ല എന്ന് പറഞ്ഞപ്പോഴൊക്കെ വൈകാരികമായി ബ്ലാക്ക്മെയിൽ ചെയ്തും ആത്മഹത്യാ ഭീഷണി മുഴക്കിയുമാണ് അവരവനെ ഈ പന്തൽ വരെ എത്തിച്ചത്. ദേവൻ ദീർഘമായി ശ്വാസമെടുത്തു. ചുറ്റും നോക്കി. അവന് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. പെട്ടെന്നാണ് പന്തലിൻ്റെ ഒരു കോണിൽ ആളുകൾക്കിടയിലൂടെ നിൽക്കുന്ന ആ മുഖം അവൻ്റെ കണ്ണിൽപ്പെട്ടത്. മാളവിക. അവൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. അവൻ്റെ അടുത്ത സുഹൃത്തായ ഹരിയുടെ അനിയത്തി. കഴിഞ്ഞ ഒരു വർഷമായി അവൾ അറിയാതെയും അറിഞ്ഞും ദേവൻ അവളുടെ പുറകെ നടക്കുകയായിരുന്നു. കോളേജ് മുറ്റത്തും അവൾ പോകുന്ന വഴിയിലുമൊക്കെ ഒരു തണലായി, ഒരു ഭ്രാന്തൻ കാമുകനായി അവൻ ഉണ്ടായിരുന്നു. പക്ഷേ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നപ്പോൾ മാളുവിനോടുള്ള പ്രണയം മനസ്സിൽ ഒതുക്കിപ്പിടിച്ച് വിധിക്ക് കീഴടങ്ങാൻ അവൻ തീരുമാനിച്ചതായിരുന്നു. എന്നാൽ ഇന്ന് ഈ നിമിഷത്തിൽ അവളെ ഒരു വട്ടം കൂടി കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിലെ പ്രണയം നിയന്ത്രണം വിട്ട് പുറത്തേക്ക് ചാടി. അവളൊരു നീല പട്ടുപാവാടയും ബ്ലൗസും ധരിച്ച് മുടിയിൽ ഒരു തുണ്ട് മുല്ലപ്പൂവും ചൂടി അതീവ സുന്ദരിയായി കല്യാണം കാണാൻ വന്നു നിൽക്കുകയാണ്. പെട്ടെന്നാണ് മുഹൂർത്ത സമയം അടുത്തത്. പൂജാരി താലി ദേവൻ്റെ കൈകളിലേക്ക് കൊടുത്തു. ദേവ, മോളുടെ കഴുത്തിൽ താലി ചാർത്തു. അമ്മ അരികിൽ നിന്ന് മന്ത്രിച്ചു. അഞ്ജന നാണത്തോടെ കഴുത്ത് നീട്ടിക്കൊടുത്തു. പന്തിലുള്ളവരെല്ലാം ആ നിമിഷത്തിനായി കാത്തുനിന്നു. എന്നാൽ ദേവൻ്റെ ഉള്ളിൽ അപ്പോൾ ഒരു കൊടുങ്കാറ്റ് അടിക്കുകയായിരുന്നു. ഇല്ല, എനിക്കെൻ്റെ ജീവിതം ഇങ്ങനെ പണയപ്പെടുത്താൻ കഴിയില്ല. ഞാൻ സ്നേഹിച്ച പെണ്ണ് എൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ മറ്റൊരാളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടില്ല. അവൻ പെട്ടെന്ന് എഴുന്നേറ്റു. എല്ലാവരും അത്ഭുതത്തോടെ അവനെ നോക്കി. ആരും ഒന്നും മനസ്സിലാക്കുന്നതിന് മുമ്പ് കയ്യിലെ താലിയുമായി ദേവൻ നേരെ നടന്നത് മാളവിക നിൽക്കുന്ന ഭാഗത്തേക്കായിരുന്നു. കൂട്ടത്തിൽ നിന്നിരുന്ന ഹരി ഞെട്ടിപ്പോയി. ഡാ ദേവ, നീ ഇത് എങ്ങോട്ടാ? ഹരിയുടെ ചോദ്യം പൂർത്തിയാക്കും മുമ്പ് ദേവൻ മാളവികയുടെ മുന്നിൽ എത്തിയിരുന്നു. അവൾ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ കണ്ണുകൾ വിടർത്തി നോക്കി നിൽക്കുകയായിരുന്നു. ഒരു നിമിഷം പോലും കളയാതെ ദേവൻ മാളവികയുടെ കൈകളിൽ ബലമായി പിടിച്ചു. അവളുടെ കഴുത്തിലേക്ക് ആ താലി അണിയിച്ചു. ദേവ. പന്തലിൽ ആകെ ബഹളമായി. അച്ഛനും അമ്മയും അഞ്ജനയുടെ വീട്ടുകാരും നിലവിളിച്ചു. ദേവേട്ട, ഇത് എന്തായി കാണിക്കുന്നത്? വിട് എന്നെ. മാളവിക ഭയന്ന് വിറച്ചു കരയാൻ തുടങ്ങി. അവൾ താലി മാറ്റാൻ ശ്രമിച്ചതും ദേവൻ അവളുടെ രണ്ട് കൈകളും കൂട്ടിപ്പിടിച്ച് അവളുടെ മുഖത്തേക്ക് ദേഷ്യത്തോടെയും ദൃഢതയോടെയും നോക്കി. മിണ്ടിപ്പോകരുത് മാളു, നീ എൻ്റെ കൂടെ ഇറങ്ങി വരണം. ഇല്ലെങ്കിൽ ഈ കല്യാണപ്പന്തൽ വെച്ച് ഞാൻ എൻ്റെ ജീവനൊടുക്കും. ദേവൻ്റെ കണ്ണ് ചുവന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ ശബ്ദത്തിലെ ഗൗരവവും ഭീഷണിയും മാളവികയെ ഭയപ്പെടുത്തി. അവൻ പറഞ്ഞാൽ അത് ചെയ്യുമെന്ന് അവൾക്കറിയാമായിരുന്നു. ഡാ, നീ എന്ത് ഭ്രാന്തായി കാണിക്കുന്നത്? എൻ്റെ അനിയത്തെ നീ. ഹരി ദേഷ്യത്തോടെ ദേവൻ്റെ നേർക്കെടുത്തു. മാടടാ അടി അപ്പുറത്തേക്ക്. ഞാൻ ഇവളെ ജീവനോളം സ്നേഹിച്ചതാ. എൻ്റെ വീട്ടുകാരുടെ ആർത്തി കാരണം ഞാൻ വേറൊരു കല്യാണത്തിന് സമ്മതിച്ചു എന്നത് ശരിയാണ്. പക്ഷേ എൻ്റെ പെണ്ണ് എൻ്റെ കൺമുന്നിൽ നിൽക്കുമ്പോൾ വേറൊരുവർക്ക് എൻ്റെ ജീവിതം കൊടുക്കാൻ എനിക്ക് കഴിയില്ല. മാളു, നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ? മാളിക ഉറക്കെ കരഞ്ഞുപോയി. ആളുകൾ ചുറ്റും കൂടി ബഹളം വെച്ചെങ്കിലും ദേവൻ്റെ ഭാവം കണ്ട് ആരും മുന്നോട്ട് വരാൻ ധൈര്യപ്പെട്ടില്ല. മാളവികയുടെ അച്ഛനും അമ്മയും ഹരിയുമൊക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ തരിച്ചു നിന്നു. വാ എൻ്റെ കൂടെ. ദേവൻ മാളവികയുടെ കൈത്തണ്ടയിൽ ബലമായി പിടിച്ചു വലിച്ചുകൊണ്ട് പന്തലിന് പുറത്തേക്ക് നടന്നു. വഴിയിൽ തടയാൻ വന്ന സ്വന്തം മാതാപിതാക്കളെ അവൻ രൂക്ഷമായി നോക്കി. ഇനി നിങ്ങളുടെ ഒരു പണവും എനിക്ക് വേണ്ട. എന്നെ വളർത്തിയതിനുള്ളതൊക്കെ ഞാൻ തന്നു തീർത്തോളാം. ഇനി എൻ്റെ വഴിക്ക് വന്നാൽ ഞാൻ ആരാണെന്ന് മറക്കും. കരഞ്ഞു വെളുക്കുന്ന മാളവികയെയും കൊണ്ട് ദേവൻ നേരെ അവൻ്റെ ബുള്ളറ്റിനടുത്തേക്ക് ചെന്ന് അവളെ അതിൽ കയറ്റിയിരുത്തി. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവൻ വേഗത്തിൽ അവിടെ നിന്നും പാഞ്ഞുപോയി. റോഡിലൂടെ ബുള്ളറ്റ് കുതിച്ചു പായുമ്പോൾ മാളവിക പുറകിലിരുന്ന് വിതമ്പുകയായിരുന്നു. അവൾക്ക് ഈ ചതി താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഒരു നിമിഷം കൊണ്ട് അവളുടെ ജീവിതം മാറിമറിഞ്ഞിരിക്കുന്നു.
എല്ലാവരുടെയും മുന്നിൽ വെച്ച്, സ്വന്തം ഏട്ടൻ്റെ മുന്നിൽ വെച്ച് അവൾക്ക് ഓർക്കാൻ പോലും കഴിഞ്ഞില്ല. വണ്ടി വന്നു നിന്നത് ദേവൻ സ്വന്തം സമ്പാദ്യം കൊണ്ട് കുറച്ചു നാൾ മുമ്പ് വാങ്ങിയിട്ടിരുന്ന ഒരു ചെറിയ വീടിൻ്റെ മുന്നിലായിരുന്നു. ടൗണിൽ നിന്നും അല്പം മാറിയുള്ള ശാന്തമായൊരു സ്ഥലം. വണ്ടി നിർത്തിയതും മാളവിക ഇറങ്ങി ഓടാൻ ശ്രമിച്ചു. എന്നാൽ ദേവൻ അവളുടെ കയ്യിൽ വീണ്ടും പിടിച്ചു വെച്ചു. എന്നെ വിട്, എനിക്ക് വീട്ടിൽ പോകണം. എൻ്റെ ഏട്ടൻ്റെയും അച്ഛൻ്റെയും മുന്നിൽ ഞാൻ ഇനി എങ്ങനെ മുഖം കാണിക്കും? എനിക്കിഷ്ടമല്ല നിങ്ങളെ. ഞാൻ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല. എന്നിട്ടും എന്നെ എന്തിനാ ഇങ്ങനെ ചതിച്ചത്? മാളവിക കരച്ചിലിനടിയിലൂടെ ആക്രോശിച്ചു. ദേവൻ അവളെ ശാന്തമായി നോക്കി. പന്തലിലെ ആ ദേഷ്യമൊന്നും ഇപ്പോൾ അവൻ്റെ മുഖത്തില്ലായിരുന്നു. മാളു, ഞാൻ നിന്നെ ചതിച്ചതല്ല. എൻ്റെ പ്രണയം അത്രക്ക് സത്യമായതുകൊണ്ടാണ്. ആ പന്തലിൽ വെച്ച് നിന്നെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അഞ്ജനയെ കെട്ടി ജീവശവമായി ജീവിച്ചിരിക്കുന്നത് നിന്നെ ഭീഷണിപ്പെടുത്തിയെങ്കിലും എൻ്റെ കൂടെ കൂട്ടുന്നതാണെന്ന് എനിക്ക് തോന്നി. സമയം കഴിയുമ്പോൾ നീ എന്നെ മനസ്സിലാക്കും. ഇല്ല, ഞാൻ ഒരിക്കലും മനസ്സിലാക്കില്ല. എനിക്ക് നിങ്ങളോട് വെറുപ്പാണ്, വെറും വെറുപ്പ്. അവൾ മുഖം തിരിച്ചു. ദേവൻ അവളെ വീട്ടിനുള്ളിലേക്ക് കയറ്റി വാതിലടച്ചു. ഇത് നമ്മുടെ വീടാണ് മാളും. നിനക്ക് എന്നെ വെറുക്കാം, പക്ഷെ നീ എൻ്റെ ഭാര്യയാണ്. ഈ താലി എൻ്റെ ജീവനാണ്. അന്ന് രാത്രി മാളവിക ആ മുറിയിലെ കട്ടിലിൻ്റെ ഒരു കോണിൽ ഇരുന്നു നേരം വെറുക്കോളം കരഞ്ഞു. ദേവൻ അവളെ ഒന്ന് തൊടുക പോലും ചെയ്യാതെ നിലത്ത് പായ വിരിച്ചു കിടന്നു. അവൾക്ക് സ്വയം ശാന്തയാകാൻ അവൻ സമയം കൊടുക്കുകയായിരുന്നു. ദിവസങ്ങൾ പതുക്കെ കടന്നുപോയി. തുടക്കത്തിൽ മാളവിക ദേവനോട് മിണ്ടാനോ അവൻ വെച്ചുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാനോ കൂട്ടാക്കിയില്ല. എന്നാൽ ദേവൻ ഒട്ടും ദേഷ്യപ്പെട്ടില്ല. അവൾക്കായി അവൻ രാവിലെ എഴുന്നേറ്റ് ചായയും ഭക്ഷണവും ഉണ്ടാക്കി ടേബിളിൽ വെക്കും. ജോലിക്ക് പോകുമ്പോൾ അവളുടെ യാത്ര പറയും. തിരികെ വരുമ്പോൾ അവൾക്കിഷ്ടമുള്ള പലഹാരങ്ങളോ വാങ്ങി വരും. അവളുടെ ഒരാവശ്യത്തിനും അവൻ കുറവ് വരുത്തിയില്ല. രാത്രികൾ അവൻ ഇപ്പോഴും നിലത്ത് തന്നെയാണ് കിടന്നിരുന്നത്. മാളവിക പതുക്കെ പതുക്കെ ദേവനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ദേഷ്യക്കാരനും വാശിക്കാരനുമായ ഒരു ദേവനെയായിരുന്നു അവൾക്ക് പരിചയം. എന്നാൽ ഈ 4 ചുവരുകൾക്കുള്ളിൽ അവൻ അതീവ ശാന്തനും കെയറിങ്ങും ഉള്ള ഒരാളായിരുന്നു. അവൾ കഴിച്ചില്ലെങ്കിൽ അവൻ നിർബന്ധിക്കില്ല. പകരം വിഷമത്തോടെ നോക്കി നിൽക്കും. അവൾ കരയുമ്പോൾ ദൂരെ മാറി നിന്ന് സങ്കടപ്പെടും. അവൻ്റെ ഈ നിശബ്ദമായ സ്നേഹം മാളവികയുടെ ഉള്ളിലെ വെറുപ്പിൻ്റെ മഞ്ഞുരുകാൻ കാരണമായി മാറി. തനിക്കായി എല്ലാം ചെയ്യുന്ന, താൻ എത്ര വഴക്ക് പറഞ്ഞിട്ടും തിരികെ ഒരക്ഷരവും ദേഷ്യപ്പെടാത്ത ഈ മനുഷ്യനോട് അവൾക്ക് പതുക്കെ പതുക്കെ ഒരു ബഹുമാനവും അതിലുപരി ഒരു കൗതുകവും തോന്നിത്തുടങ്ങി. തനിക്കറിയാത്ത മറ്റൊരു ദേവൻ. ഒരു ദിവസം രാവിലെ ദേവൻ പതിവിലും നേരത്തെ എഴുന്നേറ്റ് കുളിക്കാൻ കയറിയിരുന്നു. മാളവിക അടുക്കളയിൽ ചായ തിളപ്പിക്കുകയായിരുന്നു. പെട്ടെന്നാണ് കുളിമുറിയുടെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടത്. മാളവിക തിരിഞ്ഞു നോക്കി. അവിടെ നിൽക്കുന്ന ദേവനെ കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. ശ്വാസം ഒരു നിമിഷം നിലച്ചുപോയി. ദേവൻ കുളി കഴിഞ്ഞ് അരയിൽ ഒരു വെള്ള ടവൽ മാത്രം ചുറ്റിയാണ് പുറത്തേക്ക് വന്നത്. അവൻ്റെ നനഞ്ഞ മുടികളിൽ നിന്നും വെള്ളത്തുള്ളികൾ വീണ് വീണ് അവൻ്റെ വീതിയുള്ള നെഞ്ചിലൂടെയും വയറിലൂടെയും ഒളിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. നനഞ്ഞ ചർമ്മത്തിൽ പ്രഭാത സൂര്യൻ്റെ വെളിച്ചം തട്ടിയപ്പോൾ അവൻ്റെ ശരീരം കൂടുതൽ ആകർഷകമായി തോന്നി. അവൻ്റെ ആണത്തമുള്ള ആ രൂപം മാളവികയുടെ ഉള്ളിൽ ഇതുവരെ അറിയാത്ത ഒരു വികാരം ഉണർത്തി. അവൾക്ക് അവിടെ നിന്നും കണ്ണെടുക്കാൻ കഴിഞ്ഞില്ല. ഒരു കൺചിമ്മൽ പോലുമില്ലാതെ അവൾ അവനെ തന്നെ നോക്കി നിന്നു പോയി. അവളുടെ ഹൃദയമിടിപ്പ് പടപടാന്ന് കൂടാൻ തുടങ്ങി. ദേവൻ മുടി തുവർത്തിക്കൊണ്ട് മുന്നോട്ട് നടന്നപ്പോഴാണ് മാളവിക തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടത്. അവളുടെ ആ നോട്ടത്തിലെ മാറ്റം, ആ കണ്ണുകളിലെ തിളക്കം അവൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. അവൻ ചുണ്ടിൽ ഒരു കുസൃതി ചിരിയോടെ അവളുടെ അടുത്തേക്ക് നടന്നു. ദേവൻ അടുത്തേക്ക് വരുംതോറും മാളവികക്ക് എന്ത് ചെയ്യണമെന്നറിയാതെയായി. അവളുടെ ശ്വാസത്തിൻ്റെ വേഗത കൂടി. അവൻ അവളുടെ തൊട്ടു മുന്നിൽ വന്നു നിന്നു. അവനിൽ നിന്നും ഉയർന്നു വന്ന ആ സോപ്പ് മണവും തണുപ്പും മാളവികയെ ആകെ ഉന്മത്താക്കി. എന്താ മാളു ഇങ്ങനെ നോക്കുന്നത്? മുൻപൊരിക്കലും കാണാത്തതുപോലെ ദേവൻ അവളുടെ മുഖത്തേക്ക് കുനിഞ്ഞ് താഴ്ന്ന സ്വരത്തിൽ ചോദിച്ചു. അവൻ്റെ കണ്ണുകളിൽ പ്രണയവും ഒപ്പം ചെറിയൊരു കുസൃതിയുമുണ്ടായിരുന്നു. അവൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് മാളവികക്ക് ബോധം വന്നത്. താൻ അവനെ ഇത്രയും നേരം നാണമില്ലാതെ നോക്കി നിൽക്കുകയായിരുന്നു എന്നോർത്തപ്പോൾ അവൾക്കാകെ ചമ്മലും നാണവും തോന്നി. ഞാനൊന്നും നോക്കിയില്ല. അവൾ പെട്ടെന്ന് മുഖം തിരിച്ചു.
അടുക്കളയിലേക്ക് ഓടാൻ ശ്രമിച്ചു. എന്നാൽ ദേവൻ വേഗത്തിൽ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു നിർത്തി. വളരെ മൃദുവായി പ്രണയത്തോടെ അവൻ അവളെ തനിക്കഭിമുഖമായി തിരികെ നിർത്തി. കള്ളം പറയരുത് മാളു, നിന്റെ ഈ കണ്ണുകൾ എല്ലാം പറയുന്നുണ്ട്. എന്നോടുള്ള ഉറപ്പൊക്കെ മാറിയോ എൻ്റെ പെണ്ണെ? ദേവൻ അവളുടെ മുഖത്തേക്ക് വീണു കിടന്ന നനഞ്ഞ മുടിയകൾ കാതിന് പിറകിലേക്ക് ഒതുക്കിക്കൊണ്ട് ചോദിച്ചു. അവൻ്റെ വിരലുകൾ അവളുടെ കവിളിൽ തൊട്ടപ്പോൾ മാളവികയുടെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. അവൾ തല താഴ്ത്തി നിന്നു. അവളുടെ നെഞ്ച് ദ്രുതഗതിയിൽ ചലിക്കുന്നുണ്ടായിരുന്നു. ഇഷ്ടമല്ലെന്ന് 1000 വട്ടം പറഞ്ഞ നാവിനാൽ ഇപ്പോൾ ഇല്ലെന്ന് പറയാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. മനസ്സിൽ പ്രണയത്തിൻ്റെ ആദ്യത്തെ തുള്ളി പെയ്തു തുടങ്ങിയിരുന്നു. ദേവൻ പതുക്കെ അവളുടെ താടിയിൽ പിടിച്ച് മുഖം ഉയർത്തി. അവളുടെ ആ ചുവന്നു തുടുത്ത ചുണ്ടുകളിലേക്കും ഗാധം പോലുള്ള കണ്ണുകളിലേക്കും അവൻ നോക്കി. മാളവിക അറിയാതെ തൻ്റെ കണ്ണുകൾ അടച്ചു. അവൻ്റെ സമീപത്തിനായി അവൾ കാത്തു നിൽക്കുന്നത് പോലെ. ദേവന്റെ ശ്വാസത്തിൻ്റെ ചൂട് മാളവികയുടെ മുഖത്ത് തട്ടിയപ്പോൾ അവൾ കൂടുതൽ ഉരുകിപ്പോകുന്നത് പോലെ തോന്നി. കണ്ണുകൾ അടച്ചു പിടിച്ചിരിക്കുകയാണെങ്കിലും അവളുടെ പ്രപഞ്ചം മുഴുവൻ ഇപ്പോൾ അവൻ്റെ സാമീപ്യം മാത്രമായിരുന്നു. ഒടുവിൽ താൻ സ്വപ്നം കണ്ട നിമിഷം കൈപ്പിടിയിലാക്കിയ സന്തോഷത്തിൽ ദേവൻ അവളുടെ നെറ്റിൽ ആർദ്രമായി തൻ്റെ ചുണ്ടുകൾ അമർത്തി. വളരെ പതുക്കെ ഒരു പട്ടുനൂൽ തൊടുന്നത് പോലെയായിരുന്നു ആ ചുംബനം. മാളവിക അറിയാതെ ദീർഘമായി ശ്വാസമെടുത്തു. മാളു, അവൻ വളരെ താഴ്ന്ന സ്വരത്തിൽ വിളിച്ചു. അവൾ പതുക്കെ കണ്ണുകൾ തുളർന്ന് അവനെ നുറക്കി. ആ കണ്ണുകൾ ഇപ്പോൾ ഭയമോ വെറുപ്പോ ഉണ്ടായിരുന്നില്ല. പകരം ഒരു പെണ്ണിൻ്റെ മനസ്സിൽ പ്രണയം ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ ലജ്ജയും ആവോളമുണ്ടായിരുന്നു. ദേവൻ അവളുടെ കവളിൽ നിന്നും കൈകൾ എടുക്കാതെ തന്നെ ചോദിച്ചു. ഇപ്പോഴും എന്നോട് വെറുപ്പാണോ? ഈ ദേവനെ നിനക്കൊരിക്കലും സ്നേഹിക്കാൻ കഴിയില്ലേ? മാളവിക ഒന്നും പറഞ്ഞില്ല. അവൾ പെട്ടെന്ന് അവൻ്റെ കൈകളിൽ നിന്നും പിടിവിടുവിച്ചു തിരിഞ്ഞ അടുക്കളയിലേക്ക് ഓടി. തിളച്ചു മറിഞ്ഞിരുന്ന ചായപാത്രം അവൾ വേഗത്തിൽ ഗ്യാസ് ഓഫാക്കി താഴേക്ക് ഇറക്കി വെച്ചു. അവളുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. ഹൃദയം അപ്പോഴും ഒരു പന്തയ കുതിരയെപ്പോലെ ഓടുകയായിരുന്നു. ദേവൻ അവിടെ തന്നെ ഉറക്കെ ചിരിച്ചു. ആ ചിരിയിൽ ഒരു വലിയ യുദ്ധം ജയിച്ച മട്ടിലുള്ള ഒരു ആത്മവിശ്വാസമുണ്ടായിരുന്നു. അവൻ വേഗം മുറിയിലേക്ക് പോയി ഒരു ബനിയനും മുണ്ടും ധരിച്ച് മുടി നന്നായി ചീകി അടുക്കളയിലേക്ക് വന്നു. ടേബിളിൽ ചായ ഗ്ലാസുകൾ എടുത്തു വെക്കുകയായിരുന്നു. മാളവികയുടെ തൊട്ടുപിറകിൽ വന്ന് അവൻ വീണ്ടും നിന്നു. ചായ റെഡിയായോ എൻ്റെ മണവാട്ടി? അവൻ അവളുടെ കാതോരം ചോദിച്ചു. ദേവേട്ട, ദയവത് ചെയ്ത് കുറച്ച് മാറി നിൽക്കാമോ? എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, അവൾ തിരിയാതെ തന്നെ പതർച്ചയോടെ പറഞ്ഞു. ആദ്യമായിട്ടായിരുന്നു അവൾ അവനെ ദേവേട്ട എന്ന് വിളിക്കുന്നത്. ആ വിളി കേട്ടതും ദേവൻ ഒരു നിമിഷം സ്പന്ദനായി. അവൻ അവളുടെ തോളിൽ പിടിച്ച് തൻ്റെ നേർക്ക് തിരിച്ചു. നീ ഇപ്പോൾ എന്നെ എന്താ വിളിച്ചേ? ഒന്നുകൂടെ വിളിച്ചേ മാളൂ. അവൻ്റെ കണ്ണുകളിൽ സന്തോഷം കൊണ്ട് തിളക്കം കൂടി. എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഒന്നും വിളിച്ചില്ല. ചായ കുടിക്കാൻ നോക്ക്. അവൾ ഒരു ഗ്ലാസ് ചായ അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ഇല്ല, നീ വിളിച്ചു. എൻ്റെ പേരിൻ്റെ കൂടെ ഒരു ഏട്ടൻ കൂടി ചേർത്തപ്പോൾ കേൾക്കാൻ എന്ത് രസമായിരുന്നെന്നോ. ഇനി എപ്പോഴും നീ എന്നെ അങ്ങനെ തന്നെ വിളിക്കണം, കേട്ടോടി. അവൻ ചായ കൊടുക്കുന്നതിനിടയിലും അവളെ കണ്ണെടുക്കാതെ നോക്കി. മാളവിക ഒരു ചെറിയ ചിരിയോടെ സ്വന്തം ചായ ഗ്ലാസ് എടുത്ത് ജനലിലേക്ക് നടന്നു. പുറത്ത് നേരിയ മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു. അവളുടെ മനസ്സിലും ഇപ്പോൾ ആ തണുപ്പും സുഖമുള്ള അന്തരീക്ഷമായിരുന്നു. തന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ്റെ കൂടെ ജീവിക്കാൻ കഴിയാഞ്ഞത് ഒരു പക്ഷേ തൻ്റെ ഭാഗ്യമായിരിക്കാം എന്നവളുടെ മനസ്സ് പതുക്കെ പറഞ്ഞു തുടങ്ങി. അങ്ങനെയിരിക്കെയാണ് ഒരു ശനിയാഴ്ച വൈകുന്നേരം വിരുന്നുകാരനായി ഒരാൾ ആ വീട്ടിലേക്ക് എത്തിയത്. വാതിൽക്കൽ ബെല്ലടിച്ചപ്പോൾ മാളവികയാണ് ചെന്ന് തുറന്നു. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും അവളുടെ കയ്യിലെ ചായപ്പൊടി ഡപ്പി താഴേക്ക് വീട് ചിതറി. ഏട്ടൻ, അവളുടെ ശബ്ദം തൊണ്ടയിൽ കുടുങ്ങി. വാതിൽക്കൽ നിന്നിരുന്നത് ഹരിയായിരുന്നു. ദേവൻ്റെ ഉറ്റ സുഹൃത്തും മാളവികയുടെ സ്വന്തം ഏട്ടനും. കല്യാണപ്പന്തലിൽ വെച്ചുണ്ടായ സംഭവങ്ങൾക്ക് ശേഷം ഹരി ആദ്യമായാണ് അവരുടെ മുന്നിൽ വരുന്നത്. അവൻ്റെ മുഖം കടുത്ത ദേഷ്യം കൊണ്ടും വിഷമം കൊണ്ടും ചുവന്നിട്ടുണ്ടായിരുന്നു. ബഹളം കേട്ട് അകത്തു നിന്നും ദേവൻ ഓടി വന്നു. ഹരിയെ കണ്ടതും ദേവനും ഒന്ന് പതറി. ഹരി, നീയോ? ഹരി ഒന്നും സംസാരിച്ചില്ല. അവൻ നേരെ അകത്തേക്ക് നടന്ന് മാളവികയുടെ കയ്യിൽ ബലമായി പിടിച്ചു. വാടി എൻ്റെ കൂടെ. ഈ ചതിയേറ്റൻ്റെ കൂടെ നീ ഇനി ഇവിടെ കഴിയേണ്ടതില്ല. നിന്നെ ഭീഷണിപ്പെടുത്തിയാണ് ഇവൻ കൂടെ കൂട്ടിയതെന്ന് എനിക്കറിയാം.
എൻ്റെ അനിയത്തിയെ നരകിക്കാൻ ഞാൻ വിടില്ല. ഡാ ഹരി, നീ പറയുന്നതൊന്ന് കേൾക്ക്. ദേവൻ തടയാൻ ശ്രമിച്ചു. നീ മിണ്ടിപ്പോകരുത് ദേവ, ഹരി ഉറക്കെ ആക്രോശിച്ചു. നീ എൻ്റെ കൂട്ടുകാരനായിരുന്നു, പക്ഷേ നീ കാണിച്ചത് ചതിയാണ്. എൻ്റെ അനിയത്തിയുടെ ജീവിതം വെച്ചാണ് നീ കളിച്ചത്. മാളു, ഇറങ്ങ്. നമ്മുടെ കൂടെ വരാൻ അച്ഛനും അമ്മയും പുറത്ത് വണ്ടിയിലിരിപ്പുണ്ട്. മാളവിക കരയാൻ തുടങ്ങി. അവൾ ഹരിയുടെ കൈകളിൽ നിന്നും തൻ്റെ കൈ വിടുവിക്കാൻ ശ്രമിച്ചു. ഏട്ടാ, പറയുന്നതൊന്ന് കേൾക്ക്. തുടക്കത്തിൽ എനിക്ക് വിഷമമുണ്ടായിരുന്നു എന്നത് ശരിയാണ്. പക്ഷേ ഇപ്പോൾ നീ ഒന്നും പറയണ്ട. ഇവൻ നിന്നെ എന്തോ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുകയാണ്. വാ എൻ്റെ കൂടെ. ഹരി അവളെ നിർബന്ധിച്ച് പുറത്തേക്ക് വലിച്ചു. ദേവൻ ഹരിയുടെ മുന്നിൽ വന്ന് തടഞ്ഞു നിന്നു. ഹരി, നിനക്കെന്നെ അടിക്കാം, കൊല്ലാം. അതിനുള്ള തെറ്റ് ഞാൻ ചെയ്തു. പക്ഷേ മാളുവിനെ ഇവിടെ നിന്നും കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. അവളിപ്പോൾ എൻ്റെ ഭാര്യയാണ്. അവളെ ഞാൻ ജീവനോളം സ്നേഹിക്കുന്നുണ്ട്. ഒരു കുറവും വരുത്താതെ നോക്കുന്നുമുണ്ട്. നിന്റെ ഈ കള്ളസ്നേഹം എനിക്ക് കാണണ്ടടാ. പണത്തിന് വേണ്ടി സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ നാടകം കളിച്ചു മറ്റൊരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ പോയവനല്ലേ നീ? നിനക്ക് എന്ത് സ്നേഹമാടോ ഉള്ളത്? ഹരി ദേഷ്യം കൊണ്ട് വിറക്കുകയായിരുന്നു. ആ സമയം മാളവിക കരച്ചിലടക്കി ഹരിയുടെ മുന്നിലേക്ക് വന്നു നിന്നു. അവൾ ദേവൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു. ഏട്ടാ, ദേവേട്ടൻ പറഞ്ഞത് സത്യമാ. എന്നെ ഭീഷണിപ്പെടുത്തിയത് തെറ്റാണ്. പക്ഷേ ആ കല്യാണ പന്തലിൽ വെച്ച് വേറൊരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ ദേവേട്ടൻ്റെ മനസ്സ് സമ്മതിക്കാതിരുന്നത് എന്നോടുള്ള പ്രണയം കൊണ്ടാണ്. പണത്തിന് വേണ്ടിയല്ല ദേവേട്ടൻ ആ കല്യാണത്തിന് സമ്മതിച്ചത്. സ്വന്തം മാതാപിതാക്കളുടെ നിർബന്ധം കാരണമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഞാൻ ഈ മനുഷ്യൻ്റെ കൂടെ ജീവിക്കുകയാണ്. എന്നെ അത്രയ്ക്ക് കെയർ ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ ദേവേട്ടൻ്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടം. ഞാൻ എങ്ങോട്ടുമില്ല ഏട്ടാ. മാളവികയുടെ വാക്കുകൾ കേട്ട് ഹരി തരിച്ചു നിന്നു. സ്വന്തം അനിയത്തി ആ ചതിയന് വേണ്ടി സംസാരിക്കുന്നത് അവൻ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ ദേവനെയും മാളവികയെയും മാറി മാറി നോക്കി. അവരുടെ കൈകൾ പരസ്പരം കോർത്തി പിടിച്ചിരിക്കുന്നത് അവൻ കണ്ടു. ആ നോട്ടത്തിൽ, ആ പിടുത്തത്തിൽ ഒരിക്കലും വേർപ്പെടുത്താൻ കഴിയാത്ത അത്രയും ആഴമുള്ള പ്രണയം അവന് കാണാമായിരുന്നു. ഹരി പതുക്കെ തൻ്റെ കൈകൾ പിൻവലിച്ചു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. മാളു, നീയും എന്നെ കൈവിട്ടല്ലേ? ഇവൻ്റെ താലിക്ക് മുന്നിൽ നിനക്കെൻ്റെ ഏട്ടനെ വേണ്ടതായില്ലേ? അങ്ങനെയല്ല ഏട്ടാ. മാളവിക ഹരിയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ഹരിദേവൻ്റെ നേർക്ക് തിരിഞ്ഞു. അവൻ്റെ ശബ്ദം ഇപ്പോൾ ശാന്തമായിരുന്നു, പക്ഷെ അതിൽ ഒരു ജ്യേഷ്ഠൻ്റെ വേദനയുണ്ടായിരുന്നു. ദേവ, നീ ജയിച്ചു. എൻ്റെ അനിയത്തിയുടെ മനസ്സ് നീ കീഴടക്കി. പക്ഷേ ഒന്നോർത്തോ, അവൾക്ക് എന്തെങ്കിലും ഒരു സങ്കടമുണ്ടായ നീ കാരണം അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീർ വീണാൽ അന്ന് ഈ ഹരി തൻ്റെ ശത്രുവായി മാറും. അവളെ നന്നായി നോക്കിക്കോണം. അത്രയും പറഞ്ഞ് ഹരി തിരിഞ്ഞു നടന്നു. പടിയിറങ്ങിപ്പോകുന്ന ഹരിയെ നോക്കി മാളവിക കരഞ്ഞപ്പോൾ ദേവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. സാരമില്ലടോ, ഹരിക്കിപ്പോൾ ദേഷ്യമുണ്ടെങ്കിലും അവൻ പതുക്കെ മാറും. നമ്മൾ സന്തോഷമായി ജീവിക്കുന്നത് കാണുമ്പോൾ അവൻ തനിയെ നമ്മുടെ അടുത്തേക്ക് വരും. ദേവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ആശ്വസിപ്പിച്ചു. ആ സംഭവത്തിന് ശേഷം അവരുടെ ബന്ധം കൂടുതൽ ശക്തമായി. പരസ്പരം തുറന്നു പറയാത്ത പ്രണയത്തിൻ്റെ എല്ലാ അതിരുകളും അവർ ലംഘിക്കാൻ തുടങ്ങി. അന്ന് രാത്രി പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇടിയുടെയും മിന്നലിൻ്റെയും ശബ്ദം അന്തരീക്ഷത്തെ ഭയപ്പെടുത്തുന്നതായിരുന്നു. മാളവികക്ക് പണ്ടേ ഇടിമിന്നൽ വലിയ പേടിയായിരുന്നു. പെട്ടെന്ന് വലിയ ഇടിമിന്നൽ ഉണ്ടായതും ലൈറ്റുകൾ എല്ലാം ഓഫായി. വീടാകെ ഇരുട്ടിൽ മുങ്ങി. ഭയം കാരണം മാളവിക ഉറക്കെ നിലവിളിച്ചുകൊണ്ട് കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. അതേസമയം തന്നെ നിരത്തി കിടക്കുകയായിരുന്ന ദേവനും എഴുന്നേറ്റിരുന്നു. ഇരുട്ടിൽ അവൾക്ക് വഴി കാണാതെ തപ്പിത്തടഞ്ഞപ്പോൾ ദേവൻ വേഗത്തിൽ വന്ന് അവളെ 2 കൈകൾ കൊണ്ടും കോരിയെടുത്തു. പേടിക്കണ്ട മാളു, ഞാൻ കൂടെയുണ്ട്. അവളെ എടുത്ത് കട്ടിൽ ഇരുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. എന്നാൽ പേടി വിട്ടുമാറാതെ മാളവിക ദേവന്റെ കഴുത്തിലൂടെ കൈകൾ ഇട്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ഉളപ്പിച്ചു. അവളുടെ ശരീരം വിറക്കുന്നുണ്ടായിരുന്നു. ദേവൻ അവളെ കൂടുതൽ തന്നിലേക്ക് അടുപ്പിച്ച് പിടിച്ചു. ഇരുട്ടിലും ആ മഴയുടെ തണുപ്പിലും അവരുടെ ശരീരങ്ങൾ തമ്മിൽ ഉരസിയപ്പോൾ ഒരു പുതിയ ചൂട് അവിടെ പടരാൻ തുടങ്ങി. ദേവൻ പതുക്കെ അവളുടെ മുഖം ഉയർത്തി. ജനലിലൂടെ വന്ന നേരിയ നിലാവെളിച്ചത്തിൽ അവളുടെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. പേടിയും ഒപ്പം വന്യമായൊരു പ്രണയവും ആ കണ്ണുകൾ മാറി മറിഞ്ഞു വന്നു. മാളു, ഞാൻ ഇനി നിലത്ത് കിടക്കണം?
അതോ എൻ്റെ പെണ്ണിൻ്റെ അരികിൽ? ദേവൻ കുസൃതിയോടെ അവളുടെ ചുണ്ടിലേക്ക് നോക്കി ചോദിച്ചു. മാളവിക ഒന്നും പറഞ്ഞില്ല. പകരം അവൾ അവൻ്റെ നെഞ്ചിലേക്ക് കൂടുതൽ അമർന്നു കിടന്നു. അതവളുടെ സമ്മതമായിരുന്നു. ദേവൻ ഒരു ചെറിയ ചിരിയോടെ അവളെ കട്ടിലിലേക്ക് പതുക്കെ കിടത്തി. അവൾക്ക് മുകളിലായി വന്ന് കൈകൾ കുത്തി നിന്നു. അവളുടെ ശ്വാസത്തിൻ്റെ താളം ഉയരുന്നത് അവൻ അറിഞ്ഞു. പതുക്കെ അവൻ അവളുടെ നെറ്റിയിലും കവിളിലും ഒടുവിൽ അവളുടെ പവിഴ ചുണ്ടുകളിലും തൻ്റെ പ്രണയം മുദ്ര വെച്ചു. പുറത്തെ മഴയുടെ ശക്തി കൂടിക്കൂടി വന്നപ്പോൾ ആ ചെറിയ മുറിക്കുള്ളിൽ രണ്ട് മനസ്സുകൾ ഒന്നായി മാറുകയായിരുന്നു. അങ്ങനെ ഒരു സുന്ദരമായ രാത്രിക്ക് ശേഷം അവരുടെ ജീവിതം തികച്ചും വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് മാറുകയായിരുന്നു. ദിവസങ്ങൾ ആഴ്ചകൾക്കും മാസങ്ങൾക്കും വഴിമാറി. ഒരു ദിവസം വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞ് ദേവൻ വീട്ടിലെത്തിയപ്പോൾ മാളവിക നല്ല സന്തോഷത്തിലായിരുന്നു. അവൾ അവന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ദേവേട്ട, വേഗം കൈയും മുഖം കഴുകി വാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, അവൾ അവൻ്റെ ബാഗ് വാങ്ങി വെച്ചുകൊണ്ട് പറഞ്ഞു. എന്താടി ഇത്ര വലിയ കാര്യം? നീ എന്താ വല്ലാതെ തിളങ്ങുന്നത് പോലെ? ദേവൻ കുസൃതിയോടെ അവളെ കവിളിൽ നുള്ളി. ദേവൻ ഫ്രഷായി വന്നതും മാളവിക അവനെ കട്ടിൽ ഇരുത്തി. എന്നിട്ട് അവളുടെ കൈകൾ അവൻ്റെ കൈക്കുള്ളിൽ വെച്ചു. അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേവേട്ട, നമ്മളിലേക്ക് നമ്മളെ അച്ഛനും അമ്മയും എന്ന് വിളിക്കാൻ ഒരാൾ വരുന്നുണ്ട്. ഞാൻ പ്രഗ്നൻ്റാ, അവൾ പതുക്കെ പറഞ്ഞു. ആ വാക്കുകൾ കേട്ടതും ദേവൻ ഒരു നിമിഷം തരിച്ചുപോയി. അവൻ കേട്ടത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ മാളവികയുടെ മുഖത്തേക്കും പിന്നീട് അവിടെ വയറിലേക്കും മാറി മാറി നോക്കി. മാളു, നീ സത്യമാണോ ഈ പറയുന്നത്? ഞാനൊരച്ഛനാകാൻ പോകുവാണോ? അവൻ്റെ ശബ്ദം ഇടറി. അവൾ തലയാട്ടിയതും ദേവൻ അവളെ വാരിപ്പുണർന്നു. സന്തോഷം കൊണ്ട് അവൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണീർ ഒലിച്ചിറങ്ങി. ഭീഷണിപ്പെടുത്തി തൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിയ പെണ്ണ് തനിക്ക് തൻ്റെ കുഞ്ഞിനെ തരാൻ പോകുന്നു എന്നോർത്തപ്പോൾ അവളോട് അളവറ്റ പ്രണയവും ബഹുമാനവും തോന്നി. അവൻ അവളുടെ വയറിൽ പതുക്കെ തലോടി അവിടെ ആർദ്രമായി ചുംബിച്ചു. എന്നാൽ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ഒരു ദിവസം ദേവൻ ജോലിക്ക് പോയ സമയത്താണ് ആ വീട്ടിലേക്ക് അപ്രത്യക്ഷമായി ചിലർ എത്തിയത്. ദേവൻ്റെ അച്ഛനും അമ്മയും ഒപ്പം കുറച്ചാളുകളും. വാതിൽ തുറന്ന മാളവിക അവരെ കണ്ട് ഭയന്നുപോയി. അമ്മേ, അച്ഛ, നിങ്ങൾ അമ്മയെന്ന് വിളിക്കരുതടി, ദേവൻ്റെ അച്ഛൻ സുകുമാരൻ ദേഷ്യത്തോടെ ആക്രോശിച്ചു. പണക്കാരനായ അഞ്ജനയുടെ വീട്ടുകാരുടെ മുന്നിൽ ഞങ്ങളുടെ അന്തസ്സ് കളഞ്ഞവളാ നീ. എൻ്റെ മോനെ വശീകരിച്ച് ഈ തുക്കട വീട്ടിൽ താമസിച്ചിരിക്കുകയല്ലേ? അങ്ങനെയല്ല അച്ഛ, ഞങ്ങൾ സന്തോഷത്തോടെയാ, മാളവിക കരഞ്ഞു പറഞ്ഞു. നിന്റെ ഈ സന്തോഷം ഞങ്ങളിന്ന് തീർത്തു തരാം. ഇവളെ വണ്ടിയിൽ കയറ്റടാ, ദേവൻ്റെ അമ്മ ക്രൂരതയോടെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞു. അയ്യോ വേണ്ട, എന്നെ വിടും, ഞാൻ ഗർഭിണിയാ, മാളവിക തൻ്റെ വയറിൽ കൈകൾ വെച്ച് കരഞ്ഞു വിളിച്ചെങ്കിലും ആ പണക്കൊതിയന്മാർ അത് കേൾക്കാൻ തയ്യാറായില്ല. അവരവളെ ബലമായി പിടിച്ച് വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയി. വൈകുന്നേരം ജോലി കഴിഞ്ഞ് പാട്ടുപാടി വന്ന ദേവൻ കണ്ടത് തുറന്നു കിടക്കുന്ന വാതിലും അകത്ത് തല്ലി തകർത്ത നിലയിലുള്ള സാധനങ്ങളുമാണ്. മാളവികയുടെ ഫോൺ നിലത്ത് പൊട്ടി വീണ് കിടപ്പുന്നുണ്ടായിരുന്നു. മാളു, ദേവൻ നിലവിളിച്ചു. അവൻ ആ വീടാകെ തിരഞ്ഞു, പക്ഷെ അവൾ എവിടെയും ഇല്ലായിരുന്നു. അപ്പോഴാണ് അവൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. സ്വന്തം അച്ഛനായിരുന്നു അത്. ഡാ ദേവ, നിന്റെ പെണ്ണ് ഞങ്ങളുടെ കയ്യിലുണ്ട്. നിനക്കിവളെ ജീവനോടെ വേണമെങ്കിൽ നീ ഇപ്പോൾ തന്നെ കോടതിയിൽ വന്ന് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടണം. എന്നിട്ട് അഞ്ജനയെ കല്യാണം കഴിക്കാൻ സമ്മതിക്കണം. ഇല്ലെങ്കിൽ നിന്റെ ഈ പെണ്ണിനെയും അവളുടെ വയറ്റുള്ളതിനെയും നീ ഇനി കാണില്ല. ഫോൺ കട്ടായി. ദേവൻ്റെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പുകയാൻ തുടങ്ങി. സ്വന്തം മാതാപിതാക്കൾ പണത്തിന് വേണ്ടി ഇത്രയും ക്രൂരത കാണിക്കുമെന്ന് അവൾ വിചാരിച്ചില്ല. അവൻ്റെ കണ്ണുകൾ ചുവന്നു തുടങ്ങി. കൈകൾ ദേഷ്യം കൊണ്ട് വിറച്ചു. എൻ്റെ പെണ്ണിൻ്റെ മേൽ കൈവെക്കാൻ നിങ്ങൾക്ക് ധൈര്യമായല്ലേ? ഇനി ഞാൻ ആരാണെന്ന് നിങ്ങളറിയും, ദേവൻ പല്ലുറുമ്മിക്കൊണ്ട് പറഞ്ഞു. അവൻ തൻ്റെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് ചീറിപ്പാഞ്ഞു. പക്ഷെ അവൻ പോയത് അച്ഛൻ പറഞ്ഞ സ്ഥലത്തേക്കല്ലായിരുന്നു. പകരം അവൻ നേരെ പോയത് ഹരിയുടെ അടുത്തേക്കായിരുന്നു. ഹരിയുടെ വീടിൻ്റെ മുന്നിൽ ബുള്ളറ്റ് നിർത്തി അവൻ അകത്തേക്ക് ഓടിക്കയറി. അവിടെ ഇരിക്കുകയായിരുന്ന ഹരി ദേഷ്യത്തോടെ എഴുന്നേറ്റു. നീ വീണ്ടും എന്തിനാടാ ഇവിടെ വന്നത്? ദേവൻ ഹരിയുടെ മുന്നിൽ വന്ന് മുട്ടുകുത്തിയിരുന്നു. അവൻ്റെ കൈകൾ പിടിച്ചു. ഡാ ഹരി, എന്നെ നീ തള്ളിക്കും, പക്ഷെ എൻ്റെ മാളുവിനെ എൻ്റെ അച്ഛനും അമ്മയും തട്ടിക്കൊണ്ടുപോയി. അവൾ ഗർഭിണിയാടാ. പണത്തിന് വേണ്ടി അവർ അവളെ എന്തും ചെയ്യും.
എനിക്കെൻ്റെ സഹായം വേണം. ദേവൻ ഒരു കുട്ടിയെ കരഞ്ഞു. തൻ്റെ അനിയത്തി ഗർഭിണിയാണെന്ന വിവരവും അവൾ അപകടത്തിലാണെന്ന് അറിഞ്ഞ് ഹരി ഞെട്ടിപ്പോയി. അവൻ്റെ ഉള്ളിലെ ജ്യേഷ്ഠൻ ഉണർന്നു. ദേവനോടുള്ള ദേഷ്യമൊക്കെ ആ നിമിഷം അലിഞ്ഞുപോയി. ഹരി ദേവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഡാ, എൻ്റെ അനിയത്തിയുടെ മേൽ കൈവെക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. നീ വാ, നമുക്കവളെ തിരികെ കൊണ്ടുവരാം. ഹരിദേവൻ്റെ തോളിൽ തട്ടിപ്പറഞ്ഞു. രണ്ട് സുഹൃത്തുക്കൾ, മാളവികയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പുരുഷന്മാർ, അവളെ രക്ഷിക്കാനായി ഒന്നിച്ചിറങ്ങി തിരിച്ചു. ഡാ ദേവ, അവർ അവളെ എങ്ങോട്ടായിരിക്കും കൊണ്ടുപോയിട്ടുണ്ടാവുക? നിനക്കെന്തെങ്കിലും ക്ലൂ ഉണ്ടോ? ഹരി ബുള്ളറ്റിന് പിറകിൽ കയറിയിരുന്ന് ചോദിച്ചു. ദേവൻ വണ്ടി ആഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് ആക്സിലേറ്റർ തിരിച്ചു. എനിക്കറിയാം ഹരി. ടൗണിന് പുറത്തുള്ള ഞങ്ങളുടെ പഴയ റബ്ബർ തോട്ടവും അവിടെയുള്ള ബംഗ്ലാവുമല്ലാതെ മറ്റൊരിടത്തും എൻ്റെ അച്ഛൻ അവളെ ഉറപ്പിക്കില്ല. ആരും പെട്ടെന്ന് അങ്ങോട്ട് വരില്ലെന്ന് അവർക്കറിയാം. അതേസമയം ആ പഴയ ബംഗ്ലാവിൻ്റെ ഒരൊരു മുറിയിൽ മാളവികയെ ഒരു കസേരയിൽ കെട്ടിയിട്ട് നിന്നു. അവളുടെ കൈകൾ പുറകോട്ട് കൂട്ടിപ്പിടിച്ച് കെട്ടിയിരുന്നു. കരഞ്ഞു കലയ കണ്ണുകളോടെ അവൾ തൻ്റെ വേറിലേക്ക് നോക്കാൻ ശ്രമിച്ചു. എൻ്റെ കുഞ്ഞിനെ ഒന്ന് വരുത്തരുത് പ്ലീസ് അമ്മേ. മാളവിക മുന്നിൽ നിൽക്കുന്ന ദേവൻ്റെ അമ്മയോട് കെഞ്ചി. മിണ്ടിപ്പോകരുത് നീ. ദേവൻ്റെ അച്ഛൻ മുന്നോട്ട് വന്ന് അവളുടെ കവളിൽ അടിക്കാൻ കയ്യോങ്ങി. എന്നാൽ ഒപ്പമുണ്ടായിരുന്ന ഗുണ്ടകളിൽ ഒരാൾ തടഞ്ഞു. മുതലാളി, വേണ്ട. ഇവർ ഗർഭിണിയാണെന്ന് തോന്നുന്നു. എന്തെങ്കിലും സംഭവിച്ചാൽ പോലീസ് കേസാകും. കേസോ? ഈ സുകുമാരൻ വിചാരിച്ചാൽ തീരാത്ത എന്ത് കേസാടാ ഉള്ളത്? എൻ്റെ മോൻ അഞ്ജനയെ കെട്ടിയാൽ എനിക്ക് കിട്ടുന്ന സ്വത്തിൻ്റെ പകുതി മതി ഏത് പോലീസുകാരൻ്റെയും വായ അടുപ്പിക്കാൻ. സുകുമാരൻ പണക്കൊഴുപ്പോടെ വിളിച്ചു പറഞ്ഞു. ദേവൻ ഇപ്പോൾ വരും. അവൻ വന്ന് ആ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടാൽ ഇവളെ നമുക്ക് വിട്ടയക്കാം. ഇല്ലെങ്കിൽ പെട്ടെന്നാണ് ആ ബംഗ്ലാവിൻ്റെ പ്രധാന വാതിൽ വൻ ശബ്ദത്തോടെ തകർന്നു വീണത്. അവിടെ കയ്യിൽ ഒരു ഇരുമ്പ് വടിയുമായി ദേവനും അതിരൂക്ഷമായ കണ്ണുകളോടെ ഹരിയും നിൽക്കുന്നുണ്ടായിരുന്നു. ദേവേട്ടാ, മാളവികയുടെ ശബ്ദത്തിൽ ഒരു വലിയ ആശ്വാസം നിറഞ്ഞു. ഡാ, നീ ഇങ്ങോട്ട് വരുമെന്ന് എനിക്കറിയാമായിരുന്നു. തീർക്കട അവന്മാരെ, സുകുമാരൻ ഉറക്കെ വിളിച്ചു. 4-5 ഗുണ്ടകൾ ഒന്നിച്ച് ദേവന്റെയും ഹരിയുടെയും നേർക്ക് പാഞ്ഞു വന്നു. എന്നാൽ തൻ്റെ പെണ്ണിനെയും കുഞ്ഞിനെയും അപായപ്പെടുത്താൻ നോക്കിയവരുടെ ദേഷ്യത്തിൽ ദേവൻ യഥാർത്ഥ സിംഹത്തെ പോലെയാണ് പ്രതികരിച്ചത്. മുന്നോട്ട് വന്ന ആദ്യത്തെയാളുടെ നെഞ്ചിലേക്ക് ദേവൻ ഇരുമ്പ് വടി കൊണ്ട് ആഞ്ഞടിച്ചു. അവൻ തെറിച്ചു വീണു. തൊട്ടടുത്ത നിമിഷം ഹരിയും കളത്തിലിറങ്ങി. സ്വന്തം അനിയത്തിക്ക് വേണ്ടി അവൻ ആഞ്ഞുവെട്ടി. ബംഗ്ലാവിനുള്ളിൽ ആകെ ബഹളമായി. ചില്ലുകളും ഫർണിച്ചറുകളും തല്ലി തകർത്തുകൊണ്ട് ദേവനും ഹരിയും ആ ഗുണ്ടകളെ ഓരോരുത്തരായി നിലംപരിശാക്കി. അവസാനത്തെ അയാളെയും അടിച്ചു വീഴ്ത്തി. ദേവൻ കയ്യിലെ വടി താഴെയിട്ട് നേരെ സുകുമാരൻ്റെ നേർക്ക് നടന്നു. സ്വന്തം മകൻ്റെ ഈ വന്യമായ ഭാഗം കണ്ട് സുകുമാരനും ഭാര്യയും ഭയന്ന് പിറകോട്ടോടി. ഡാ ദേവ, ഞാൻ നിന്റെ അച്ഛനാടാ, സുകുമാരൻ വിറക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. ദേവൻ അച്ഛൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചു. അച്ഛനോ? പണത്തിന് വേണ്ടി സ്വന്തം മകൻ്റെ ജീവിതം വിലക്കാൻ നോക്കിയ നിങ്ങളാണോ അച്ഛൻ? എൻ്റെ പെണ്ണിൻ്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏറ്റിയിട്ടുണ്ടെങ്കിൽ? ദേവൻ അച്ഛനെ തള്ളി നിലത്തിട്ടു. എന്നിട്ട് വേഗം മാളയുടെ അരികിലേക്ക് ഓടിയെത്തി. അവളുടെ കെട്ടുകൾ അഴിച്ചു മാറ്റി. കെട്ടുകൾ അഴിഞ്ഞതും മാളവിക ദേവൻ്റെ നെഞ്ചിലേക്ക് വീണ് ഉറക്കെ കരഞ്ഞു. എനിക്ക് ഒത്തിരി പേടിയായി ദേവേട്ട. നമ്മുടെ കുഞ്ഞിന് ഒന്നും പറ്റിയിട്ടില്ലടോ. നിന്റെ ദേവേട്ടന് കൂടെയുള്ളപ്പോൾ നിങ്ങളെ തൊടാൻ ആർക്കും കഴിയില്ല. ദേവൻ അവളുടെ നെറ്റിൽ ആശ്വസിപ്പിച്ചുകൊണ്ട് ചുംബിച്ചു. ഈ സമയം ഹരി പുറത്തേക്ക് പോയി. അവിടെ കാത്തുനിന്നിരുന്ന പോലീസുകാരെ അകത്തേക്ക് വിളിച്ചു. വണ്ടിയിൽ വരുന്ന വഴിക്ക് തന്നെ ഹരി പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. പോലീസുകാർ സുകുമാരനെയും ഭാര്യയെയും ഒപ്പം ഗുണ്ടകളെയും അറസ്റ്റ് ചെയ്ത് ജീപ്പിലേക്ക് കയറ്റി. എല്ലാം ശാന്തമായപ്പോൾ അവൻ തിരികെ വീട്ടിലെത്തി. ഹരി അവരെ വാടക വീട്ടിൽ കൊണ്ടാക്കി തിരിച്ചു പോകാൻ ഒരുങ്ങി. ഹരി, ദേവൻ പുറകിൽ നിന്നും വിളിച്ചു. ഹരി തിരിഞ്ഞു നോക്കി. ദേവൻ അവൻ്റെ കൈകൾ പിടിച്ചു. താങ്ക്സ് ഡാ, നീ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന്. താങ്ക്സ് ഒന്നും വേണ്ടടാ. നീ എൻ്റെ അനിയത്തിയെ ജീവനേക്കാൾ സ്നേഹിക്കുന്നുണ്ടെന്ന് ഇന്ന് ഞാൻ കണ്ണാലെ കണ്ടു. നിന്റെ കൈകളിൽ അവൾ സുരക്ഷിതയായിരിക്കും. ഇനി എനിക്ക് സങ്കടമില്ല, ഹരി ഒരു ചെറിയ ചിരിയോടെ പറഞ്ഞു. മാളവിക ഓടി വന്ന് ഹരിയെ കെട്ടിപ്പിടിച്ചു. ഏട്ടാ, അച്ഛനും അമ്മയും അവരൊക്കെ പതുക്കെ മാറുമോളും. നീ ഇപ്പോൾ നിന്റെ കാര്യവും നിന്റെ വയറ്റിലുള്ള വാവയുടെ കാര്യവും നോക്ക്. ഏട്ടൻ ഇടയ്ക്കിടയ്ക്ക് വരാം.
ഹാരി അവളുടെ തലയിൽ തലോടി യാത്ര പറഞ്ഞു ഇറങ്ങി. അന്ന് രാത്രി മുറിയിൽ നേരിയ വെളിച്ചം മാത്രം കത്തി നിൽക്കുന്നുണ്ടായിരുന്നു. ജനലിലൂടെ തണുത്ത കാറ്റ് അകത്തേക്ക് വീശുന്നുണ്ടായിരുന്നു. മാളവിക കട്ടിൽ ഇരുന്ന് തൻ്റെ വയറ്റിൽ കൈവച്ച് എന്തോ ആലോചിക്കുകയായിരുന്നു. ദേവൻ പതുക്കെ അവളുടെ പുറകിലൂടെ വന്നു അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചാരിയിരുത്തി. അവൻ്റെ കൈകളും അവളുടെ കൈകൾക്ക് മുകളിലായി വയറിൽ അമർന്നു. എന്താടോ ആലോചിക്കുന്നത്? ഇപ്പോഴും ആ പേടി മാറിയില്ലേ? ദേവൻ ആർദ്രമായി ചോദിച്ചു. ഇല്ല ദേവേട്ട, എനിക്കിപ്പോൾ ഒരു പേടിയില്ല. എൻ്റെ കൂടെ ഇയാൾ ഉള്ളപ്പോൾ എനിക്കെന്തിനാ പേടി? ഞാൻ ആലോചിച്ചത് അന്ന് കല്യാണപ്പന്തൽ വെച്ച് എന്നെ ഭീഷണിപ്പെടുത്തി ബുള്ളറ്റിൽ കയറ്റി കൊണ്ടുവന്ന ആ ദേഷ്യക്കാരനായ ദേവേട്ടനെ കുറിച്ചാണ്. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അന്ന് ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ നീ എൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കില്ലായിരുന്നല്ലോ മാളു. ചില ഭീഷണികൾ ജീവിതം മുഴുവൻ തകരുന്ന പ്രണയമായി മാറും. ദേവൻ അവളുടെ കഴുത്തിൽ തൻ്റെ ചുണ്ടുകൾ അമർത്തി. മാളവിക തിരിഞ്ഞ് ദേവൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ ആ പഴയ നാണവും ഒപ്പം പറ്റാത്ത പ്രണയവും ഉണ്ടായിരുന്നു. അവൾ അവൻ്റെ കഴുത്തിലൂടെ കൈകളിട്ട് അവനെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു. ഐ ലവ് യു ദേവേട്ട. ആദ്യമായി അവൾ ആ വാക്കുകൾ അവൻ്റെ കാതിൽ മന്ത്രിച്ചു. ദേവൻ്റെ മുഖത്ത് ഒരു വലിയ സംതൃപ്തിയുടെ ചിരി വിരിഞ്ഞു. അവൻ അവളെ കട്ടിലേക്ക് പതുക്കെ കിടത്തി അവളുടെ ചുണ്ടുകളിലേക്ക് തൻ്റെ പ്രണയം പകർന്നു നൽകി. പുറത്ത് കാറ്റ് വീശിക്കൊണ്ടേയിരുന്നു. എന്നാൽ ആ മുറിക്കുള്ളിൽ പ്രണയത്തിൻ്റെ പുതുവസന്തം തളിരിടുകയായിരുന്നു. ഭീഷണിപ്പെടുത്തി തുടങ്ങിയ ഒരു ബന്ധം പ്രതിസന്ധികളെ അതിജീവിച്ച് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ദാമ്പത്യ പ്രണയ കഥയായി മാറി.